അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ഒരു നല്ല പ്രധാനപ്പെട്ടൊരു മസ്അലയാണ് ഇത്. ഈ മസ്അല നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കണം. ഈ മസ്അലയോടൊപ്പം ചേർത്തിട്ടുള്ള ഇബാറത്തും ആ മലയാള പോസ്റ്റും അത് വായിക്കുകയും ചെയ്യണം. ദീനിയായ ഇൽമ് പഠിക്കാനും അത് അമൽ ചെയ്യാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. സുജൂദിൽ 7 അവയവങ്ങൾ വെക്കൽ നിർബന്ധമാണ്. ഏതൊക്കെയാണ് 7 അവയവങ്ങൾ? നെറ്റിത്തടം, 2 കൈ, 2 കാൽമുട്ട്, 2 കാലിൻ്റെ വിരലുകളുടെ തെല്ല്. എന്നാൽ ഇവയിൽ ഓരോന്നും മുഴുവൻ വെക്കൽ നിർബന്ധമില്ല, അല്പം വെച്ചാൽ മതി. അപ്പോൾ 2 കാലിൻ്റെ വിരലുകളുടെ തെല്ല് വെക്കണമെന്ന് പറഞ്ഞെടുത്ത് ഫുഖഹാക്കൾ പറയുന്നത് വലത്തെ കാലിൻ്റെ വിരലുകളിൽ നിന്ന് ഒന്നിൻ്റെ അടിഭാഗത്തിൻ്റെ തെല്ലിൽ നിന്ന് അല്പവും, അതുപോലെ ഇടത്തെ കാലിൻ്റെ വിരലുകളിൽ നിന്ന് ഒന്നിൻ്റെ അടിഭാഗത്തിൻ്റെ തെല്ലിൽ നിന്ന് അല്പവും വെച്ചാൽ മതി എന്നാണ്. അപ്പം ആ നിലക്ക് നോക്കുമ്പോൾ മിക്ക ആളുകളും അവിടെ കാല് വെച്ചത് ശരിയായിരിക്കും. അത് തെറ്റിദ്ധാരണ വരുന്നത്, ചിലർക്ക് ഒരു ധാരണയുണ്ട് എല്ലാ വിരലുകളും മുഴുവനായും സുജൂദിൽ വെക്കൽ നിർബന്ധമാണ്. ആ ഒരു ധാരണയിൽ നിന്നാണ് ആ പിഴവ് വന്നത്. അതിൽ നിന്നായിരിക്കും മിക്കവാറും ഈ ചോദ്യം ഉത്ഭവിച്ചതും. അപ്പോൾ കാലിൻ്റെ വിരലുകൾ മുഴുവനായിട്ടും വെക്കണ്ട. വലത്തെ കാലിൻ്റെ വിരലിൽ നിന്ന് 1, ഇടത്തെ കാലിൻ്റെ വിരലിൽ നിന്ന് 1, അതിൻ്റെ തെല്ലിൽ നിന്ന് അല്പം വെച്ചാൽ മതി. ഫുഖഹാക്കൾ പറഞ്ഞ കിതാബിൻ്റെ ഇബാറത്തുകൂടി ഇതോടുകൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചാൽ ആ ചോദ്യത്തിന് മറുപടിയാവും. ഇനി ഒരു നിലക്കും കാല് വെക്കുന്നില്ലെങ്കിൽ അപ്പോൾ സുജൂദ് സഹീഹല്ല, നിസ്കാരം ബാത്തിലാവും. അങ്ങനെയുള്ള ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുകയും ചെയ്യും.